നമസ്കാരം. TCV പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. താനൂർ നഗരസഭാ കാര്യാലയത്തിൽ ഷോർട്ട് സർക്യൂട്ട് മൂലം ഇൻവെർട്ടർ കത്തി നശിച്ചു. ജീവനക്കാരുടെ സന്ദർഭോചിതമായ ഇടപെടൽ മൂലം വൻ ദുരന്തം ഒഴിവായി. കാലത്ത് 10:30 അപകടമുണ്ടായത്. PV അൻവർ MLAയുടെ റിസോർട്ട് അനധികൃതമെന്ന കാട്ടി ജിയോളജി വകുപ്പ് നൽകിയ റിപ്പോർട്ട് ജില്ലാ ഭരണകൂടം പൂഴ്ത്തി. 6 മാസം മുമ്പ് തന്നെ നൽകിയ പൂഴ്ത്തിവെച്ച റിപ്പോർട്ട് പുറത്തായി. പാലാ ബിഷപ്പ് വിഷയത്തിൽ എരിതിരിയിൽ എണ്ണ ഒഴിക്കാൻ ഉദ്ദേശമില്ലെന്ന് K. സുരേന്ദ്രൻ. UDF-ഉം LDF-ഉം ഒരുപോലെ വർഗീയ ശക്തികളുടെ സഹായം സ്വീകരിച്ചിട്ടുണ്ടെന്നും സുരേന്ദ്രൻ തിരൂരിൽ പറഞ്ഞു. K. മുരളീധരന്റെ പ്രസ്താവനയ്ക്ക് താൻ മറുപടി പറഞ്ഞാൽ അത് വികലമാകുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. നിലവിൽ നടക്കുന്ന ചർച്ചകളെല്ലാം ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ നല്ലതാണ്. സർക്കാരാണ് സമമായ ചർച്ചകൾക്ക് മുൻകൈ എടുക്കേണ്ടതെന്നും കുഞ്ഞാലിക്കുട്ടി. സംസ്ഥാനത്ത് ഇന്ന് 15,692 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ജില്ലയിൽ തിങ്കളാഴ്ച 1,204 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. വാർത്തകൾ വിശദമായി. താനൂർ നഗരസഭാ കാര്യാലയത്തിൽ ഷോർട്ട് സർക്യൂട്ട് മൂലം ഇൻവെർട്ടർ കത്തി നശിച്ചു. ജീവനക്കാരുടെ സന്ദർഭോചിതമായ ഇടപെടൽ മൂലം വൻ ദുരന്തമാണ് ഒഴിവായത്. കാലത്തെ 10:30 അപകടമുണ്ടായത്. തിങ്കളാഴ്ച രാവിലെയാണ് താനൂർ നഗരസഭാ കാര്യാലയത്തിൽ ഷോർട്ട് സർക്യൂട്ട് മൂലം ഇൻവെർട്ടർ കത്തി നശിച്ചത്. കാലത്ത് 10:30 അപകടമുണ്ടായത്. ജീവനക്കാരുടെ സന്ദർഭോചിതമായ ഇടപെടൽ മൂലം വൻ ദുരന്തമാണ് ഒഴിവായത്. താനൂരിലെ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് ദുരന്തം പൂർണ്ണമായി ഒഴിവാക്കിയത്. സർവയർ റൂമിലുണ്ടായിരുന്ന ഇൻവെർട്ടറാണ് ഷോർട്ട് സർക്യൂട്ട് മൂലം കത്തി നശിച്ചത്. ഇതുമൂലം ഓഫീസിനുള്ളിൽ പുക നിറയുകയായിരുന്നു. ജീവനക്കാരെ കൂടാതെ വിവിധ ആവശ്യങ്ങൾക്കാവുന്ന ജനങ്ങളെയും ഓഫീസിൽ നിന്നും ഉടനെ പുറത്താക്കി. ഇതുമൂലം വൻ ദുരന്തം ഒഴിവാകുകയായിരുന്നു. സർക്യൂട്ടിന് കാരണം അന്വേഷിച്ച് അതിന്റെ പ്രശ്നം പരിഹരിക്കുമെന്നും ഓഫീസിലെ ഫയലുകൾ മറ്റും കമ്പ്യൂട്ടർ ഉപകരണങ്ങൾക്കോ യാതൊരു തകരാറും സംഭവിച്ചിട്ടില്ലെന്ന് ചെയർമാൻ PP ഷംസുദ്ദീൻ അറിയിച്ചു. UPS എന്ത് സംഭവിച്ചു എന്നുള്ളത് അന്വേഷിക്കുന്നുണ്ട്. വേണ്ട നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. മറ്റു കാര്യങ്ങൾക്കൊന്നും യാതൊരു പ്രയാസം നേരിട്ടിട്ടില്ല. രേഖകളൊന്നും നഷ്ടപ്പെടുകയോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പ്രാഥമിക വിവരം കിട്ടിയിട്ടുള്ളത്. ബാക്കി നടപടികളൊക്കെ തുടരുന്നുണ്ട്. PV അൻവർ MLAയുടെ റിസോർട്ട് അനധികൃതമെന്ന് കാട്ടി ജിയോളജി വകുപ്പ് നൽകിയ റിപ്പോർട്ട് ജില്ലാ ഭരണകൂടം പൂഴ്ത്തി. 6 മാസം മുമ്പ് തന്നെ നൽകിയ പൂഴ്ത്തിവെച്ച റിപ്പോർട്ട് പുറത്തായി. നിലമ്പൂർ കക്കാടംപൊയിലിൽ PV അൻവർ MLAയുടെ റിസോർട്ടും തടയണകളും അനധികൃതമെന്ന് കാണിച്ച് ജിയോളജി മണ്ണ് സംരക്ഷണ വകുപ്പ് 6 മാസം മുമ്പ് നൽകിയ റിപ്പോർട്ടുകളാണ് പുറത്തായത്. തടയണ പൊളിക്കാൻ കളക്ടർ ഉത്തരവിടുന്നതിനും 6 മാസം മുൻപ് തന്നെ 2 വകുപ്പുകളും റിപ്പോർട്ട് നൽകിയെങ്കിലും നടപടിയെടുക്കാതെ കോഴിക്കോട് ജില്ലാ ഭരണകൂടം പൂഴ്ത്തിയെന്നാണ് ആക്ഷേപം. PV അൻവർ MLAയുടെ കക്കാടംപൊയിലിലെ അനധികൃത റിസോർട്ടിനെതിരെ കോടതി ഇടപെടലുണ്ടായതോടെയാണ് കഴിഞ്ഞ മാസം 30-ന് തടയണകൾ പൊളിക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടത്. ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് 2021 ജനുവരിയിൽ തന്നെ തടയണകൾ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് മൈനിങ് ആൻഡ് ജിയോളജി, മണ്ണ് സംരക്ഷണ വകുപ്പ് എന്നിവയെ ജില്ലാ ഭരണകൂടം അന്വേഷണത്തിനായി നിയോഗിച്ചിരുന്നു. PVR നാച്ചുറൽ റിസോർട്ടും തടയണകളും അനധികൃതമാണെന്ന് ഇരു വകുപ്പുകളും അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച 2 പരിശോധനാ റിപ്പോർട്ടുകളും ജില്ലാ ഭരണകൂടം പൂഴ്ത്തിവെക്കുകയായിരുന്നു. സ്വാഭാവിക നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തിയാണ് തടയണ നിർമ്മിച്ചിട്ടുള്ളതെന്ന് ജിയോളജിസ്റ്റിന്റെ റിപ്പോർട്ടിലുണ്ട്. ഉപരിതലത്തിൽ ശിലയോട് കൂടിയ സ്ഥലത്താണ് റിസോർട്ടും തടയണകളും നിർമ്മിച്ചിട്ടുള്ളതെന്നുമാണ് ജിയോളജി വകുപ്പിന്റെ കണ്ടെത്തലുള്ളത്. നീരൊഴുക്കിന്റെ ഗതി മാറ്റിയാണ് തടയണകൾ സ്ഥാപിച്ചതെന്ന് മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ റിപ്പോർട്ടും വ്യക്തമാക്കുന്നു. പാലാ ബിഷപ്പ് വിഷയത്തിൽ എരിതിരിയിൽ എണ്ണ ഒഴിക്കാൻ ഉദ്ദേശമില്ലെന്ന K. സുരേന്ദ്രൻ. UDF-ഉം LDF-ഉം ഒരുപോലെ വർഗീയ ശക്തികളുടെ സഹായം സ്വീകരിച്ചിട്ടുണ്ട്. പാലാ ബിഷപ്പിനെതിരെ രംഗത്ത് വന്നവരിൽ മതതീവ്രവാദികൾ കേരളത്തെ ആക്രമിച്ചപ്പോൾ മൗനം പാലിച്ചെന്നും സുരേന്ദ്രൻ തിരൂരിൽ പറഞ്ഞു. പാലാ ബിഷപ്പിന്റെ വർഗീയ പരാമർശത്തിൽ ബിഷപ്പിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന നിലപാടുമായാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ രംഗത്തെത്തിയത്. ഇപ്പോൾ ബിഷപ്പിനെതിരെ രംഗത്ത് വന്നവർ മതതീവ്രവാദികൾ കേരളത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ എവിടെയായിരുന്നുവെന്ന് സുരേന്ദ്രൻ ചോദിച്ചു. UDF-ഉം LDF-ഉം ഒരുപോലെ വർഗീയ ശക്തികളുടെ സഹായം ഒളിഞ്ഞും തെളിഞ്ഞും സ്വീകരിച്ചിട്ടുണ്ടെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. ഇന്നലെ തിരുവനന്തപുരത്ത് നിന്നും വന്ന വാർത്ത 50ഓളം പെൺകുട്ടികളാണ് തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് ലവ് ജിഹാദിന് ഇരയായി മതമാറ്റത്തിന് വിധേയമായി തെറ്റിദ്ധരിച്ചറിഞ്ഞ് തിരിച്ചു വന്നിട്ടുള്ളത്. അവരുടെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുക. തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്ത് മാത്രം 50 പെൺകുട്ടികൾ ഈ തരത്തിൽ ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സംസ്ഥാനം മുഴുവനുള്ള സ്ഥിതി എന്താ? അപ്പോൾ ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ഉൾപ്പെടെയുള്ള ഗൗരവമേറിയ പ്രശ്നങ്ങളിൽ CPM-നും കോൺഗ്രസിനും എന്താ നിലപാട്? പാലാ ബിഷപ്പ് ഉന്നയിച്ച അടിസ്ഥാന പ്രശ്നത്തോടുള്ള നിലപാട് എന്താണ്? ഇതാണ് ഞങ്ങൾ ചോദിക്കുന്നത്.
രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നത് UDFും LDFുമാണ്. രണ്ട് കൂട്ടരും മതഭീകരവാദ ശക്തികളെ തൃപ്തിപ്പെടുത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് VN വാസവനെ പാലാ ബിഷപ്പിനടുത്തേക്ക് അയച്ച് സമാധാനപ്പെടുത്തി വർഗീയ ശക്തികളോട് മറുവശത്ത് കോംപ്രമൈസ് ചെയ്യുകയാണ് CPM. അതുതന്നെയാണ് UDFും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടിസ്ഥാന പ്രശ്നം ചർച്ച ചെയ്താൽ UDFനും LDFനും കൈ പൊള്ളും എന്ന് ഉറപ്പാണ്. പാലാ ബിഷപ്പ് ഉന്നയിച്ച ചോദ്യത്തിന് ഉത്തരം മാത്രം ആരും നൽകുന്നില്ല. വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കാനും തയ്യാറാകുന്നില്ല. ബിഷപ്പ് പറഞ്ഞ കാര്യങ്ങൾ തമസ്കരിക്കുന്ന നിലപാടാണ് ഓരോരുത്തരും സ്വീകരിക്കുന്നത്. എരുതിരിയിൽ എണ്ണ ഒഴിക്കുന്നില്ലെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. BJP എരുതിയിൽ എണ്ണ ഒഴിച്ചിട്ടല്ലല്ലോ പാലാ ബിഷപ്പ് ഇങ്ങനെ ഒരു പ്രതികരണം വിശ്വാസികളുടെ മുമ്പിൽ നടത്തിയത്. ഞങ്ങൾ ഒരു എരുതിയിലും എണ്ണ ഒഴിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഞങ്ങൾ ഈ കാര്യം ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ആ വസ്തുത അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടപ്പോൾ പാലാ ബിഷപ്പ് തുറന്നു പറയാനുള്ള ധൈര്യം കാണിച്ചു. പാലാ ബിഷപ്പ് മാത്രമല്ല, ക്രൈസ്തവ സഭകളിൽ മഹാഭൂരിപക്ഷവും ഒറ്റപ്പെട്ട ചില ശബ്ദങ്ങളൊഴിച്ച് മഹാഭൂരിപക്ഷവും ഈ അഭിപ്രായക്കാരാണ്. അതുകൊണ്ട് ആ പ്രശ്നമാണ് ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ ആര് പറഞ്ഞു എന്ത് പറഞ്ഞു എതിരഭിപ്രായങ്ങളും അഭിപ്രായങ്ങളും ആ പ്രശ്നം ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാവണം. സർക്കാർ അടിയന്തരമായിട്ട് സർവകക്ഷി യോഗം വിളിക്ക്, തീരുമാനിക്ക്, ഒരു ജനങ്ങളെ അഭിപ്രായം അറിയട്ടെ, ചർച്ച ചെയ്യട്ടെ. മതസാമുദായിക സംഘടനകളുടെ യോഗം സുധാകരൻ വിളിക്കണ്ട, പിണറായി വിജയൻ വിളിക്കട്ടെ. അല്ലാതെ ഈ പ്രശ്നത്തെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആളുകൾക്ക് പറയാനുള്ളത് കേൾക്കാൻ തയ്യാറാവണം. അതിനുള്ള സംവിധാനമില്ല. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ മൂടിവെച്ച് രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്. മൂടിവെച്ച് രക്ഷപ്പെട്ടാലും ഇത് എപ്പോഴെങ്കിലും നുരഞ്ഞു പൊന്തും. മെറിറ്റ് അടിസ്ഥാനത്തിലാണ് BJP ഓരോ വിഷയത്തെയും കാണുന്നത്. വെപ്രാളപ്പെട്ടിട്ട് കാര്യമില്ലെന്നും സർക്കാർ അടിയന്തര സർവകക്ഷി യോഗം വിളിക്കണമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. തിരുനാവായയിൽ മണൽ മാഫിയയെ സിനിമാ സ്റ്റൈലിൽ കുടുക്കി തിരൂർ CIയുടെ ഓപ്പറേഷൻ. തിരൂർ CI ജിജോയുടെ കൃത്യമായ ഇടപെടലാണ് പലപ്പോഴും പോലീസിനെ കബളിപ്പിച്ച രക്ഷപ്പെടുന്ന മണൽ മാഫിയ കുടുങ്ങിയത്. തോർത്തുമുണ്ടും ബനിയനും ധരിച്ച് ബോട്ടിൽ സഞ്ചരിച്ച് അതിസാഹസികമായാണ് CIയും സംഘവും മണൽക്കടത്തുകാരെ പിടികൂടിയത്. ഞായറാഴ്ച രാവിലെ മുതലാണ് മണൽവേട്ട ആരംഭിച്ചത്. തിരുപ്പറങ്കോടും തിരുനാവായലുമായി വിവിധ കടവുകളിൽ നിന്ന് അനധികൃതമായി മണൽ കയറ്റിയ 15ഓളം തോണികളാണ് പോലീസ് സംഘം പിടിച്ചെടുത്തത്. കുഞ്ചിക്കടവ്, കോളനിക്കടവ്, പള്ളിക്കടവ്, മൂച്ചിക്കടവ് എന്നിവിടങ്ങളിലെ തോണികളാണ് തുടക്കത്തിൽ പിടിച്ചെടുത്തത്. പോലീസ് പരിശോധന ആരംഭിച്ചതോടെ മണൽ സംഘം മറ്റിടങ്ങളിലേക്ക് തോണികൾ മാറ്റിയൊളിപ്പിച്ചെങ്കിലും CIയുടെ നേതൃത്വത്തിലുള്ള സംഘം സാഹസികമായി തോണികൾ പിടിച്ചെടുക്കുകയായിരുന്നു. തിരുനാവായിലെ ബന്ദർക്കടവ് ഉൾപ്പെടെ കൂട്ടായി മംഗലം ഭാഗങ്ങളിലും പോലീസ് നേരത്തെ പരിശോധന നടത്തിയിരുന്നു. മണൽക്കടത്ത് സംഘത്തെ കണ്ടെത്തുന്നതിനും പിടികൂടുന്നതിനുമായി തുടർന്നും ശക്തമായ അന്വേഷണവും പരിശോധനയും നടത്തുമെന്ന് CI MJ ജിജോ പറഞ്ഞു. CPMമാരായ ദിർജിത്ത്, ഷെറിൻ ജോൺ, മുഹമ്മദ് കുട്ടി, റാപ്പിഡ് റെസ്ക്യൂ ഫോഴ്സും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. എടക്കരയിൽ 3 വീടുകൾ കുത്തിത്തുറന്ന കുറുവ മോഡൽ മോഷണം. ആൾതാമസമുള്ള 2 വീടുകളിലും ആൾതാമസമില്ലാത്ത ഒരു വീട്ടിലുമാണ് മോഷണം നടന്നത്. ഉറങ്ങിക്കിടന്ന കുട്ടികൾ കഴുത്തിലണിഞ്ഞിരുന്ന സ്വർണ്ണമാലയടക്കമാണ് മോഷണം പോയത്. പാലാട് സബ്സ്റ്റേഷന് മുൻപിലെ തെക്കരത്തൊടിക സുധീർ, ഗൈഡൻസ് സ്കൂളിന് സമീപം താമസിക്കുന്ന ചെറുപള്ളിക്കൽ ജയ്സൽ, പാലാട് അങ്ങാടിയിലെ ചെറുപുഴയത്ത് റെജി സക്കറിയ എന്നിവരുടെ വീടുകളിലാണ് തമിഴ്നാട് കുറുവ സംഘം മോഡലിൽ മോഷണം നടന്നത്. പുലർച്ചെ 4-നും 5-നും ഇടയിലാണ് സുധീറിൻ്റെയും ജയ്സലിൻ്റെയും വീടുകളിലെ മോഷണം. വീട്ടുകാർ ഉറങ്ങിക്കിടക്കുമ്പോൾ മുൻവശത്തെ വാതിൽ കുത്തി തുറന്നാണ് മോഷണ സംഘം അകത്തു കടന്നത്. സുധീറിന്റെ വീട്ടിൽ നിന്നും 2.5 പവന്റെ സ്വർണവും 35,000 രൂപയും മോഷണം പോയി. താഴത്തെ നിലയിലെ മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന സുധീറിന്റെ മകളുടെ കഴുത്തിലണിഞ്ഞിരുന്ന മാലയാണ് കവർച്ച ചെയ്യപ്പെട്ടത്. ജയ്സലിന്റെ വീട്ടിൽ താഴത്തെ നിലയിൽ ഭാര്യയോടൊപ്പം ഉറങ്ങിക്കിടന്ന കുട്ടിയുടെ 3/4 പവന്റെ മാലയും അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 18,500 രൂപയും മോഷ്ടിക്കപ്പെട്ടു. ജയ്സലും ഒരു കുട്ടിയും മുകളിലത്തെ നിലയിലാണ് കിടന്നിരുന്നത്. 2 വീടുകളിലെയും 2 നിലകളിലെയും എല്ലാ മുറികളിലും മോഷ്ടാക്കൾ തിരച്ചിൽ നടത്തിയിട്ടുണ്ട്. കവർച്ചക്കാരുടെ സാന്നിധ്യം മനസ്സിലാക്കിയ സുധീറിന്റെയും ജയ്സലിന്റെയും വീട്ടുകാർ ഉണർന്ന് ബഹളം വെക്കുകയും മോഷ്ടാക്കൾ ഓടി രക്ഷപ്പെടുകയുമായിരുന്നു. പാലാട് ടൗണിലെ റെജി തോമസും കുടുംബവും സ്വിറ്റ്സർലൻഡിലായതിനാൽ വീട്ടിൽ ആൾതാമസമുണ്ടായിരുന്നില്ല. ഇവിടെ നിന്നും എന്തൊക്കെ നഷ്ടപ്പെട്ടെന്നും വ്യക്തമല്ല. മലപ്പുറത്ത് നിന്നും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും മോഷണം നടന്ന വീടുകളിലെത്തി വിശദമായി പരിശോധിച്ചു. വാതിലുകൾ തകർത്ത് നടന്ന മോഷണം നാട്ടുകാരെ ആകെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ കുറുവ സംഘമാണ് മോഷണത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. 5 വർഷം മുൻപും സമാനമായ രീതിയിൽ ഇതേ മേഖലയിൽ മോഷണം നടന്നിരുന്നു. ഇനിയൊരു ഇടവേള. വാർത്തകൾ തുടരുന്നു.
കെ മുരളീധരന്റെ പ്രസ്താവനയ്ക്ക് താൻ മറുപടി പറഞ്ഞാൽ അത് വികലമാകുമെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി. നിലവിൽ നടക്കുന്ന ചർച്ചകളെല്ലാം ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ നല്ലതാണ്. സർക്കാരാണ് സമമായ ചർച്ചകൾക്ക് മുൻകൈയെടുക്കേണ്ടത്. പ്രതിപക്ഷത്തിനും ചർച്ചകൾക്ക് മുൻകൈയെടുക്കാൻ അവകാശമുണ്ട്. സമസ്ത വിശാല താല്പര്യം വെച്ച് അഭിപ്രായം പറയുന്നവരാണ്. അവർ വിവാദങ്ങൾക്ക് പിറകെ പോകില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സമസ്തമൊക്കെ വളരെ വിശാല താല്പര്യം വെച്ച് അഭിപ്രായം പറയുന്ന സംഘടനയാണ്. ആവശ്യമില്ലാത്ത ഒരു കോൺട്രവേഴ്സിക്കൊന്നും അവർ പോവാറില്ല, അവർ പോയിട്ടുമില്ലല്ലോ. അപ്പോൾ ഇത് സംബന്ധിച്ച് ചർച്ച നടത്തണം എന്ന് പറയുമ്പോൾ അതിനെ വളരെ വിശാലമായ അർത്ഥത്തിൽ നമ്മൾ കണ്ടാൽ മതി. കോൺഗ്രസ് ആയാലും UDF ആയാലും മുഖ്യമന്ത്രി ആയാലും ഒക്കെ അവർ പറഞ്ഞതിൻ്റെ സ്പിരിറ്റ് ഒന്ന് തന്നെയാണ്. ഞാൻ അത്തരം ചോദ്യങ്ങൾ നമുക്ക് ഒഴിവാക്കാം. ഞാൻ പറഞ്ഞ സ്പിരിറ്റിന് ചേരാത്ത കാര്യങ്ങൾ ഞാൻ ഇനി വീണ്ടും ആവർത്തിക്കുന്നില്ല. പോലെ തന്നെ ഒരു സാമർഥ്യമുള്ള ആളാണ്. മതനേതാക്കളെ എല്ലാം ഒന്നിപ്പിച്ചു കൊണ്ടുപോകാൻ എങ്ങനെ തോന്നുന്നു? ഞാനിപ്പോൾ ഈ വിശാല കോൺടെസ്റ്റിൽ നല്ലൊരു സൗഹൃദ അന്തരീക്ഷത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലൊരു പ്രസ്താവന ചെയ്തിട്ട് അതിന് ചേരാത്ത വിഷയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാൻ അവകാശമുണ്ട്. ഞാൻ മറുപടി പറഞ്ഞാൽ പിന്നെ അതൊക്കെ വികലാവും. അതുകൊണ്ട് വേണ്ട. ഓക്കെ. കോൺഗ്രസ്, CPM, മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടികളുടെ താലിബാൻ മനസ്സാണ് തുഞ്ചത്ത് എഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിക്കാനാവാത്തതിന് കാരണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. തിരൂരിൽ എഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട BJP ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക ചരിത്രത്തിൽ ഒരിടത്തും ഒരു ജനതയ്ക്കും അവരുടെ ഭാഷാപിതാവിന്റെ പ്രതിമ സ്ഥാപിക്കാൻ വേണ്ടി സമരം ചെയ്യേണ്ടി വന്നിട്ടില്ലെന്നും തിരൂരിൽ എഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട BJP ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചുകൊണ്ട് K. സുരേന്ദ്രൻ പറഞ്ഞു. മലയാള ഭാഷയുടെ പിതാവിന് തുഞ്ചത്ത് ആചാര്യന്റെ മണ്ണിൽ ഒരു പ്രതിമ സ്ഥാപിക്കാൻ സമരം ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കേരളത്തിൽ മാത്രം ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. വേറെ ലോകത്തെവിടെയും ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ച് ആർക്കും സമരം ചെയ്യേണ്ടി വരില്ല. തുഞ്ചത്ത് ആചാര്യൻ ഏതെങ്കിലും ജനവിഭാഗത്തിന്റെയോ രാഷ്ട്രീയ പാർട്ടിയുടെയോ ഭാഗമല്ല. എഴുത്തച്ഛന്റെ പ്രതിമ അദ്ദേഹത്തിന്റെ നാട്ടിൽ സ്ഥാപിച്ചാൽ മതേതരത്വം തകരയുമില്ല. മഹാഭൂരിപക്ഷം ജനങ്ങളും പ്രതിമ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും ചില മതമൗലികവാദികളുടെ മുൻപിൽ സർക്കാർ മുട്ടിലിഴുകയാണ്. പ്രതിമ ചിലർക്ക് ഹറാമാണെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അനിസ്ലാമ്യമാകാൻ ഏതെങ്കിലും വിഭാഗത്തിന്റെ ആരാധനാലയത്തിലല്ല, പൊതുസ്ഥലത്താണ് തുഞ്ചത്താചാര്യന്റെ പ്രതിമ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. തങ്ങൾ പറയുന്നത് പോലെ മറ്റുള്ളവരും ജീവിക്കണമെന്നാണ് താലിബാൻ പറയുന്നത്. അതുതന്നെയാണ് മലപ്പുറത്തെ രാഷ്ട്രീയ പാർട്ടികളും പിന്തുടരുന്നത്. തുഞ്ചത്താചാര്യൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളാണോ? തുഞ്ചത്താചാര്യന്റെ ഒരു പ്രതിമ തിരൂരിൽ സ്ഥാപിക്കുമ്പോൾ എന്താണ് ഇവിടെ ഭരണകൂടങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ളത്? എന്താണ് ആ മനോഭാവം കാണിക്കുന്നത്? തിരൂരിൽ തുഞ്ചൻ പറമ്പിൽ ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ആചാര്യന് അർഹമായിട്ടുള്ള ഒരു അംഗീകാരം നൽകാൻ ഇവിടെ ഭരിക്കുന്ന രണ്ട് മുന്നണികളും തയ്യാറാവാത്തതിന്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണ്? താലിബാൻ മനസ്സാണ് മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിനും ലീഗിനും CPM-നും. താലിബാന്റെ മനസ്സുമായിട്ടാണ് പ്രിയപ്പെട്ടവരെ കേരളത്തിലെ പല രാഷ്ട്രീയ പാർട്ടികളും ജീവിക്കുന്നത്, പ്രവർത്തിക്കുന്നത്. തുഞ്ചത്ത് ആചാര്യന്റെ പ്രതിമ ആചാര്യന്റെ നാട്ടിൽ നിർമ്മിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ മതേതരത്വം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴുമെന്നാണോ നാം കരുതേണ്ടത്? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വനിതകൾക്ക് പടം വെക്കാനുള്ള സ്വതന്ത്രം പോലുമില്ലാത്ത സ്ഥലമായി മലപ്പുറത്തെ മാറ്റിയത് ഇത്തരം പാർട്ടികളാണ്. മുസ്ലിം ലീഗിന്റെ സമ്പൂർണ്ണ ആധിപത്യമുള്ള ജില്ലയാണ് ഈ ജില്ലയിൽ. ഇപ്പോഴും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വനിതാ സ്ഥാനാർത്ഥികളായി വരുന്നവർക്ക് അവരുടെ ഫോട്ടോ വെച്ചുള്ള പോസ്റ്ററുകൾ അടിക്കാൻ കഴിയുന്നില്ല. ഈ ജില്ലയിൽ ഇപ്പോഴും എന്തുകൊണ്ടാണ് പുരോഗമനവാദികൾ എന്ന് പറയുന്നവരും ഉൽപ്പതിഷ്ഠികളായിട്ടുള്ള നേതാക്കന്മാരും ഇതിനെക്കുറിച്ച് ഒരു പുനരാലോചന നടത്താത്തത്? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിക്കണം, പഞ്ചായത്ത് മെമ്പറോ ബ്ലോക്ക് മെമ്പറോ ആവണം, പക്ഷെ ഫോട്ടോ ഭർത്താവിൻ്റെത് അടിക്കണം. ഇത് എവിടെയാണ് നടക്കുന്നത്? താലിബാൻ അല്ലെങ്കിൽ പിന്നെ എന്താണിത്? പൊതുപ്രവർത്തനത്തിന് ഇറങ്ങുന്ന സ്ത്രീകളെല്ലാം മോശക്കാരാണെന്ന് പറഞ്ഞ MSF നേതാവിനെ സംരക്ഷിക്കുകയാണ് പാണക്കാട് കുടുംബം ചെയ്തത്. പൊതുപ്രവർത്തനത്തിന് ഇറങ്ങുന്ന
സ്ത്രീകളെല്ലാം മോശക്കാരാണ് എന്നുള്ള നിലയിലുള്ള അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങളാണ് ഉണ്ടായത്. എന്താ ലീഗ് എടുത്ത നിലപാട്? മുസ്ലിം ലീഗ് ആ പെൺകുട്ടികളെയാണ് മാറ്റി നിർത്തിയിരിക്കുന്നത്. അവരാണ് മോശക്കാരികൾ എന്നാണ് പറയുന്നത്. തങ്ങളെ ലിംഗപരമായ വിവേചനം കാണിക്കുകയും പെൺകുട്ടികളായതുകൊണ്ട് അധിക്ഷേപിക്കുകയും ചെയ്ത മുസ്ലിം ലീഗ് നേതാക്കന്മാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പാണക്കാട് കുടുംബം എടുത്തത്. പാണക്കാട് കുടുംബത്തിന് യോജിക്കുന്ന ഒരു നിലപാടാണോ ഇത്? ലീഗിന്റെ കാഴ്ചപ്പാടിൽ വാദിപ്രതിയായതോടെ ഹരിതയിലെ പെൺകുട്ടികൾ കുറ്റക്കാരായി. ഇതാണ് മലപ്പുറത്തെ താലിബാനിസം. മുഖ്യമന്ത്രി പിണറായി വിജയന് എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ നിലപാടില്ലാത്തതെന്നും സുരേന്ദ്രൻ ചോദിച്ചു. എന്തുകൊണ്ടാണ് പ്രതിമ സ്ഥാപിക്കാത്തതെന്ന് പിണറായി വിജയൻ ജനങ്ങളോട് പറയണം. മന്ത്രി അബ്ദുറഹിമാൻ ഒരു വിഭാഗത്തിന്റെ മാത്രം ജനപ്രതിനിധിയല്ല. ആചാര്യന്റെ പ്രതിമ സ്വന്തം നാട്ടിൽ സ്ഥാപിക്കാതിരിക്കാൻ മതം കാരണമായെന്ന ചീത്തപ്പേര് മലപ്പുറം ജില്ല മാറ്റണം. തുഞ്ചത്താചാര്യന്റെ പ്രതിമ പൊതുസ്ഥലത്ത് സ്ഥാപിക്കുന്നത് എങ്ങനെയാണ് അനിസ്ലാമികമാവുക എന്നുള്ള കാര്യം അബ്ദുറഹിമാൻ ഇവിടുത്തെ മന്ത്രിയാണ്. മിസ്റ്റർ അബ്ദുറഹിമാൻ, താങ്കൾ മന്ത്രിയായിരിക്കുന്നത് മതശാസനകൾ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടല്ല, ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഭരണഘടന അനുശാസിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കെ എം മാണിയുടെ പ്രതിമയ്ക്ക് പോലും പണം മാറ്റിവെച്ച സർക്കാർ എഴുത്തച്ഛനെ എന്തിനാണ് അവഗണിക്കുന്നത്? സർക്കാർ പ്രതിമ സ്ഥാപിക്കുന്നില്ലെങ്കിൽ ജനങ്ങളെ സംഘടിപ്പിച്ച തുഞ്ചത്തെഴുത്തച്ഛൻ പ്രതിമ സ്ഥാപിക്കാൻ BJP മുൻകൈയെടുക്കുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത അധ്യക്ഷത വഹിച്ചു. മേഖലാ പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് KK സുരേന്ദ്രൻ, മനോജ് പാറശ്ശേരി, KP മണികണ്ഠൻ, നഗരസഭാ കൗൺസിലർ നിർമ്മല കുട്ടികൃഷ്ണൻ, അഡ്വക്കേറ്റ് ജയശങ്കർ, സത്താർ ഹാജി, K നന്ദകുമാർ എന്നിവർ പങ്കെടുത്തു. ചരിത്ര വസ്തുതകൾ തമസ്കരിക്കുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ KPSTA സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം തിരൂർ ഉപജില്ലാ കമ്മിറ്റി സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി P ഇഫ്തിഖറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ചരിത്ര വസ്തുതകൾ തമസ്കരിക്കുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ KPSTA സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം തിരൂർ ഉപജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സായാഹ്ന സദസ്സ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി P ഇഫ്തിഖറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ മഹത്തായ മതേതര ചരിത്ര വസ്തുതകളെ ഹീനമായി വർഗീകരിക്കുവാനാണ് സംഘപരിവാറും നേതൃത്വം നൽകുന്ന കേന്ദ്ര ഗവൺമെന്റും ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഫോട്ടോ വെക്കാൻ തുടങ്ങി. പൊന്നു സഹോദര, ബൽറാമിനെ തോൽപ്പിക്കാൻ 6000 വോട്ട് RSSകാരൻ നൽകാൻ തയ്യാറായത് CPM-ന്. അതുപോലെ നമ്മുടെ അനിൽ അക്കര പിണറായിക്ക് തോറ്റേ മതിയാകൂ. ആ വോട്ടുകൾ അദ്ദേഹത്തിന് എതിരെ RSS CPM-ന് അനുകൂലമായി നൽകാനുള്ള തീരുമാനം. പകരം ആര് ജയിക്കും? തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കും. സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനുള്ള പണിയൊക്കെ എടുത്തു. പക്ഷേ ഞങ്ങളുടെ ബഹുമാനിയായ പത്മജ വേണുഗോപാൽ കൂടുതൽ വോട്ട് പിടിച്ചപ്പോ CPI ജയിച്ചു. CPI തന്നെ എത്തിപ്പോയി. തോൽക്കാൻ വേണ്ടി നിർത്തിയതാ. KP നസീബ് അധ്യക്ഷനായി. CB തോമസ്, K പ്രദീപ് കുമാർ, എബ്രഹാം റോബിൻ, P സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. നാടിന്റെ സമഗ്ര പുരോഗതിക്ക് കാർഷിക മേഖലയുടെ വളർച്ച അനിവാര്യമാണെന്ന് കുറുക്കോളി മൊയ്തീൻ MLA അഭിപ്രായപ്പെട്ടു. ഏഴൂർ കാർഷിക കൂട്ടായ്മ ഏഴൂർ പാടശേഖരത്ത് 1.5 ഹെക്ടറിൽ ആരംഭിച്ച നെൽകൃഷിയുടെ ഭാഗമായി നടന്ന ഞാറുനടൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാടിന്റെ സമഗ്ര പുരോഗതിക്ക് കാർഷിക മേഖലയുടെ വളർച്ച അനിവാര്യമാണെന്ന് കുറുക്കോളി മൊയ്തീൻ MLA അഭിപ്രായപ്പെട്ടു. നാടിന്റെ നട്ടെല്ലായ കർഷകർ ഇന്ന് നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണ്. നിലവിൽ കേരളത്തിലെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഏഴൂർ കർഷക കൂട്ടായ്മ ഏഴൂർ പാടശേഖരത്ത് 1.5 ഹെക്ടറിൽ ആരംഭിക്കുന്ന നെൽകൃഷിയുടെ ഭാഗമായി നടന്ന ഞാറുനടൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുന്നാഴിക്കാട്ടിൽ യൂസഫ് ഹാജി അധ്യക്ഷത വഹിച്ചു. AK സൈദലവിക്കുട്ടി, PP ഉമ്മർ, PV സമത, CK അബ്ദുൽ ഖാദർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി സേവാ സമർപ്പൺ അഭിമാന്റെ ഭാഗമായുള്ള ജനോപകാരപ്രദമായ കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കിയതിന് നന്ദി അറിയിച്ചുകൊണ്ട് കേരളത്തിലെ BJP പ്രവർത്തകർ പ്രധാനമന്ത്രിക്ക് നേരിട്ട് കത്തുകൾ അയച്ചു. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിന്നും കത്തുകൾ അയച്ചുകൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ നിർവഹിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായാണ് സേവാ സമർപ്പൺ അഭിമാന്റെ ഭാഗമായുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കിയതിന് നന്ദി അറിയിച്ചുകൊണ്ട് കേരളത്തിലെ BJP പ്രവർത്തകർ പ്രധാനമന്ത്രിക്ക് നേരിട്ട് കത്തുകൾ അയച്ചത്. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിന്നും കത്തുകൾ അയച്ചുകൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ നിർവഹിച്ചു. മോദി സർക്കാർ നടപ്പാക്കിയ ജനക്ഷേമ പദ്ധതികൾ ശരിയാവണ്ണം നടപ്പാക്കിയാൽ കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ പ്രയോജനം കിട്ടും. മോദി സർക്കാർ അധികാരത്തിലില്ലായിരുന്നെങ്കിൽ
കേരളത്തിൽ പട്ടിണി മരണങ്ങൾ ഉണ്ടാവുമായിരുന്നു. നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 7 വർഷം ഭരിച്ചതുകൊണ്ടാണ് കേരളത്തിൽ പട്ടിണി മരണങ്ങൾ ഇല്ലാത്തത്, ട്രഷറി പൂട്ടിപ്പോവാത്തത്, ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും കൊടുക്കാൻ കഴിയുന്നത് മോദി സർക്കാർ ഉള്ളതുകൊണ്ട്. മോദി സർക്കാരല്ല വേറെ ഏതെങ്കിലും ഒരു സർക്കാർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ കേരളത്തിൻ്റെ സ്ഥിതി വലിയ ദുരിതമാവുകയാണ്. ഇപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ GST തന്നെ നിങ്ങൾ നോക്കണം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ GST ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തീർന്നു പിണറായി വിജയൻ്റെ ഭരണം. അതാണ് ഈ ബഹളം. ബാലഗോപാലനും പിണറായി വിജയനും പിന്നെ ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും അധിക നികുതി ഇല്ലെങ്കിൽ എങ്ങനെ ശമ്പളം കൊടുക്കാൻ പറ്റും, എങ്ങനെ പെൻഷൻ കൊടുക്കാൻ പറ്റും? എന്താ ഇവർക്ക് സാമ്പത്തികമായ നടപടിക്രമങ്ങൾ, നമ്മുടെ നികുതി വർദ്ധിപ്പിക്കാൻ, വരുമാനം കൂട്ടാൻ, ഉത്പാദനം കൂട്ടാൻ, എന്താ വരുമാനം കേരളത്തിൽ? BJP ജില്ലാ പ്രസിഡന്റ് രവി തലത്ത, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ രാജീവ് കല്ലമുക്ക, KC വേലായുധൻ, ജില്ലാ ഭാരവാഹികളായ N അനിൽകുമാർ, PP ഗണേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഓൺലൈൻ സർവീസുകളെ അവശ്യ സർവീസായി പ്രഖ്യാപിക്കണമെന്ന IDPWA തിരൂർ താലൂക്ക് കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സംസ്ഥാന ജനറൽ സെക്രട്ടറി പൂക്കുത്തി കോയ ഉദ്ഘാടനം ചെയ്തു. ഓൺലൈൻ സർവീസുകളെ അവശ്യ സർവീസായി പ്രഖ്യാപിക്കണമെന്ന് IDPWA തിരൂർ താലൂക്ക് കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. തിരൂർ നടന്ന കൺവെൻഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പൂക്കുഞ്ഞിക്കോയ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി റിയേഷ് കോയിശ്ശേരി മുഖ്യ പ്രഭാഷണം നടത്തി. അപ്പൊ നമ്മളെക്കാളും ഇൻവെസ്റ്റ്മെന്റ് വളരെ കുറഞ്ഞ മേഖലകളിൽ പോലും മെച്ചപ്പെട്ട വേതനം ലഭിക്കുമ്പോഴാണ് നമ്മളെപ്പോലുള്ള ഈ തൊഴിൽ മേഖലയിൽ എത്രയോ പണം നമ്മൾ ചെലവാക്കിയിട്ടും നമ്മൾ ഭീമമായ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടും ഈ മേഖലയിൽ 2 രൂപ എന്ന് പറയുന്ന 2011 ഒരു കോപ്പിയുടെ നിരക്ക് 10 പൈസ വീതം വർദ്ധിപ്പിച്ച് 3 രൂപയാക്കിയപ്പോ കേരളീയ പൊതുസമൂഹമാകെ കൈയടിച്ചതിനെ സ്വീകരിച്ചു. ഒരു സ്ഥലത്തും 1 രൂപ ഫോട്ടോ കോപ്പി കൂട്ടിയതിനെ സംബന്ധിച്ച് ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനയുടെയും പ്രതിഷേധമൊന്നും നമ്മൾ കണ്ടില്ല. സിറാജ് അബൂബക്കർ അനുസ്മരണ സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് KG സൽമാബായി ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന അംഗങ്ങളായ സിറാജ് ബാബ, കുഞ്ഞിപ്പാത്ത തെയ്യമ്പാടി, ബാവ പിലാക്കൽ, വിജയൻ എന്നിവർ ആദരിച്ചു. സംസ്ഥാന ട്രഷറർ സുദർശന ആലുങ്കൽ, KM അലവി, ഫൈസൽ ഇമ്പീരിയൽ, പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റായി KT ഷിഹാബിനെയും സെക്രട്ടറിയായി നൌഷാദ് താനൂരിനെയും ട്രഷററായി നവാസ് കോട്ടക്കലിനെയും തെരഞ്ഞെടുത്തു. താന്നൂർ തൂവൽ തീരത്ത് കൂട്ടുകാർക്കൊപ്പം കടലിൽ കുളിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട യുവാവിനെ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തി. തിരൂർ സ്വദേശിയായ 19-കാരനെയാണ് മത്സ്യത്തൊഴിലാളികൾ സാഹസികമായി രക്ഷപ്പെടുത്തിയത്. താനൂർ ഒട്ടുംപുറം തൂവൽ തീരത്ത് കടലിൽ കുളിച്ചുകൊണ്ടിരുന്ന 8-അംഗ സംഘത്തിൽപ്പെട്ട തിരൂർ സ്വദേശി 19 വയസ്സുകാരനാണ് തിരമാലയിൽപ്പെട്ട കരയിൽ നിന്ന് മീറ്ററുകൾ അകലെ അപകടത്തിൽപ്പെട്ടത്. മത്സ്യത്തൊഴിലാളികളായ അസ്കർ മാമുഞ്ഞിന്റെ പുരക്കൽ, ഗത്താഫി കമ്മുട്ടക്കത്ത്, ഇസ്മായിൽ കോയാമുന്റെ പുരക്കൽ, നവാസ് അലിഖാകാരൻ പുരക്കൽ എന്നിവർ ചേർന്ന് നീന്തി രക്ഷപ്പെടുത്തുകയായിരുന്നു. കുറച്ച് കുട്ടികൾ കടൽ കാണാൻ വന്ന് അവർ കടലിൽ കുളിക്കാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ അവർ കുറേ ടൈം അവിടെ കടലിൽ കളിച്ചാണ്. പെട്ടെന്ന് ഇച്ചിരി കുട്ടി മേലേക്ക് വള്ളത്തിൻ്റെ തിരതട്ടി മോളിലേക്ക് പോയി. പെട്ടെന്ന് പിന്നെ കരക്ക് വരാൻ കഴിയാതായി. അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾക്കൊരു കോള് വന്നു. കടയിൽ നിൽക്കണ ഗദ്ദാഫിക്ക് പാർക്കെത്താൻ ഇവിടെ കുട്ടി കടലിൽ പോയെന്നും പറഞ്ഞു. ഞങ്ങളങ്ങോട്ട് ഓടി ചെന്ന് നോക്കിയപ്പോൾ നവാസുക്കയും അസ്കർക്കയും കടലിലുണ്ട് കുട്ടിൻ്റെ കൂടെ. പക്ഷെ അവർക്ക് ഇങ്ങോട്ട് കരക്ക് വരാൻ പറ്റണില്ല. നല്ല അടിവയ്ക്കുന്നുണ്ട് മോളിലേക്ക്. അങ്ങനെ ഞാനും ഗദ്ദാഫിയും ചാടി കുട്ടിനേറ്റ് ഇങ്ങോട്ട് കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങോട്ട് കരക്ക് വരുന്നത്. നല്ല അടിവയ്ക്കുന്ന നല്ല അടിവയ്ക്കുന്നുണ്ട് മോളിലേക്ക്. പോലീസും കോസ്റ്റ് ഗാർഡും ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. രക്ഷാപ്രവർത്തനം നടത്തിയ മത്സ്യത്തൊഴിലാളികളെ പോലീസിന്റെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. BP അങ്ങാടി ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ SSLC, +2, VHSC പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ കുട്ടികളെ ആദരിച്ചു. തിരൂർ MLA കുർക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. BP അങ്ങാടി ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ SSLC, +2, VHSC പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ കുട്ടികളെയാണ് ആദരിച്ചത്. തിരൂർ MLA കുർക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം E. അഫ്സൽ അനുമോദന പ്രസംഗം നടത്തി. കഴിഞ്ഞ 3 വർഷങ്ങളിലും SSLC പരീക്ഷയിൽ 100% വിജയം കൈവരിച്ച സ്കൂളിനെ മികച്ച നിലവാരത്തിൽ ഉയർത്തുമെന്ന് MLA പ്രഖ്യാപിച്ചു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് തിളക്കമാർന്ന വിജയം നിങ്ങൾക്കുണ്ടായിരിക്കും. ആ വിജയത്തിൽ നിങ്ങൾക്കൊക്കെ വലിയ സന്തോഷമുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ മാതാപിതാക്കന്മാർക്കുള്ള സന്തോഷം ചെറുതല്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങളെ പഠിപ്പിച്ച ഈ സ്ഥാപനത്തിലെ ഗുരുജനങ്ങൾക്കുള്ള ആഹ്ലാദവും ഭയങ്കരമാണ്. എന്നാൽ അതേപോലെ ഞങ്ങളെല്ലാവരും നിങ്ങളുടെ ഈ വിജയത്തിൽ
സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നു എന്ന വസ്തുത നിങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. PTA പ്രസിഡന്റ് സമീർ പൂക്കേൽ അധ്യക്ഷനായി. തലക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ചിത്ര പി, സൗദാമിനി തുടങ്ങിയവർ പങ്കെടുത്തു. തിരൂർ KKM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിന് പോണ്ടിച്ചേരി കേന്ദ്ര സർവകലാശാലയുടെ അംഗീകൃത അഡ്മിഷൻ സെന്റർ അംഗീകാരം ലഭിച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിരൂർ KKM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിന് പോണ്ടിച്ചേരി കേന്ദ്ര സർവകലാശാലയുടെ അംഗീകൃത അഡ്മിഷൻ സെന്റർ അംഗീകാരം ലഭിച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2021-2022 അധ്യയന വർഷം മുതൽ സർവകലാശാല പഠനം കോളേജിൽ ആരംഭിക്കും. BA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ, BA ഇംഗ്ലീഷ്, BA സോഷ്യോളജി, BA എക്കണോമിക്സ് തുടങ്ങി UG കോഴ്സുകളും MA ഇംഗ്ലീഷ്, MA സോഷ്യോളജി തുടങ്ങി PG കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. പോണ്ടിച്ചേരി കേന്ദ്ര സർവകലാശാലയുടെ അംഗീകൃത അഡ്മിഷൻ സെൻ്റർ എന്ന അംഗീകാരം തിരൂരിലെ KKM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിന് ലഭിച്ച വിവരം സന്തോഷത്തോടെ അറിയിക്കുകയാണ്. ഈ അധ്യയന വർഷം മുതൽ 2021-22 അക്കാഡമിക് ഇയർ മുതൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ വിവിധ കോഴ്സുകൾ നമ്മുടെ കോളേജിൽ അഡ്മിഷൻ എടുത്ത് പഠിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. അംഗപരിമിതർക്ക് 100% ഫീസുളവും, SC/ST വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും, വിധവകൾക്ക് 50% ഫീസുളവും നൽകുന്നതാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സെന്റർ കോർഡിനേറ്റർ കീഴടത്തിൽ നജീബ്, കോളേജ് പ്രിൻസിപ്പൽ പുരുഷോത്തമൻ തെക്കുംപാട്ട, വൈസ് പ്രിൻസിപ്പൽ സ്നേഹാജൻ, മാനേജർ CK ഇബ്രാഹിംകുട്ടി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. തലക്കാടിന്റെ രാവിനെ ആവേശക്കടലാക്കിയ കാൽപന്ത് കളി ആരവത്തിൽ KFC കോവളം ചാമ്പ്യന്മാരായി. DYFI, SFI തിരൂർ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് BP അങ്ങാടി ഏകദിന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. തിരൂർ മേഖലയിലെ 150-ലേറെ ഫുട്ബോൾ ടീമുകളിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട 8 ടീമുകളാണ് ടർഫിനെ ചൂടുപിടിപ്പിക്കാൻ ഇറങ്ങിയത്. FC മായ ബസാർ തലപ്പള്ളിപ്പാടം, ഫുൾ ടീം വാളമരുതൂർ, KFC കോവളം, ടീം PHC BP അങ്ങാടി, സാന്റോസ് താഴത്തറ, ന്യൂ സ്റ്റാർ ചക്കരമൂല, ന്യൂ കാസ്റ്റിൽ വെങ്ങാലൂർ, CATU ഓട്ടോ ഡ്രൈവേഴ്സ് തിരൂർ എന്നീ ടീമുകളാണ് മത്സരിച്ചത്. ടൂർണമെന്റ് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് US സൈനുദ്ദീൻ പന്തുതട്ടി ഉദ്ഘാടനം ചെയ്തു. CPIM ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P ഹംസക്കുട്ടി, DYFI സംസ്ഥാന കമ്മിറ്റി അംഗം P മുനീർ, SFI ജില്ലാ പ്രസിഡന്റ് E അഫ്സൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. നവംബർ 21 വാഗൺ ട്രാജഡി സ്മരണ ദിനത്തിൽ SKSSF മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി തിരൂരിൽ സംഘടിപ്പിക്കുന്ന സമരകേന്ദ്ര സംഗമത്തിന്റെ സ്വാഗത സംഘം രൂപീകരണ കൺവെൻഷൻ സംസ്ഥാന കേന്ദ്ര മുഷവറ അംഗം AP മുസ്തഫൽ ഫൈസി ഉദ്ഘാടനം ചെയ്തു. അതിജീവനത്തിന്റെ 100 വർഷങ്ങൾ എന്ന പ്രമേയവുമായി നവംബർ 21 വാഗൺ ട്രാജഡി സ്മരണ ദിനത്തിൽ SKSSF മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി തിരൂരിൽ സംഘടിപ്പിക്കുന്ന സമരകേന്ദ്ര സംഗമത്തിന്റെ സ്വാഗത സംഘം രൂപീകരണ കൺവെൻഷൻ സമസ്ത കേന്ദ്ര മുഷവറ അംഗം MP മുസ്തഫൽ ഫൈസി ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ 3, 4, 5 തീയതികളിൽ മലപ്പുറത്ത് നടക്കുന്ന മലബാർ ഹിസ്റ്ററി കോൺഗ്രസിന്റെ ഭാഗമായാണ് സമരകേന്ദ്രം സംഘടിപ്പിക്കുന്നത്. നൌഷാദ് ചെട്ടിപ്പടി അധ്യക്ഷനായി. സയ്യിദ് ഫഖറുദ്ദീൻ ഹസനി തങ്ങൾ കണ്ണന്തളി വിഷയാവതരണം നടത്തി. നാം പ്രതീക്ഷിച്ചവരെല്ലാം നമുക്കെതിരിൽ തിരിഞ്ഞു കൊത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കും. സമാധാനത്തിന്റെ ദൂതന്മാരായ, ശാന്തിയുടെ മാലാഖമാരായ മത നേതാക്കൾ വരെ ഇന്ന് നമുക്കെതിരെയുള്ള ഈ നീക്കത്തിന്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. സയ്യിദ് KSK തങ്ങൾ കൊടക്കാട്, PM റഫീഖ് അഹമ്മദ്, E സാജിദ് മൗലവി, അഷ്റഫ് ദാരിമി വട്ടം, അഷ്റഫ് നിസാമി, ഹുസൈൻ ഹാജി തലക്കടത്തൂർ, ഷക്കീർ ഫൈസി കാളാട, ഷംസുദ്ദീൻ ഫൈസി കുണ്ടൂർ തുടങ്ങിയവർ പങ്കെടുത്തു. സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് കോളേജിലെ നാഷണൽ സർവീസ് സ്കീമും തിരൂർ ബ്ലോക്ക് പുറത്തൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി പുറത്തൂരിൽ 2 ഏക്കറോളം വരുന്ന കൃഷിയിടത്തിൽ അസാത്തിക അമൃത മഹോത്സവത്തിന്റെ സമാപന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഞാറുനടയിൽ നടന്നു. സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് കോളേജിലെ നാഷണൽ സർവീസ് സ്കീമും തിരൂർ ബ്ലോക്കും പുറത്തൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് പുറത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡ് മെമ്പറും യുവ കർഷകനുമായ സാബിദിന്റെ 2 ഏക്കറോളം വരുന്ന കൃഷിയിടത്തിൽ ആസാദിക അമൃത മഹോത്സവത്തിന്റെ സമാപന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഞാറുനടയിൽ സംഘടിപ്പിച്ചത്. 2 ദിവസമായി 25ഓളം വോളണ്ടിയേഴ്സ് പങ്കെടുത്ത ചടങ്ങ് NSS മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ KA ഖാദർ, വോളണ്ടിയർ സെക്രട്ടറി നന്ദന BM എന്നിവർ ഞാറുനട്ട് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് 15,692 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 89,722 സാമ്പിളുകളാണ് പരിശോധിച്ചത്.
സംസ്ഥാനത്ത് നിന്ന് 15,692 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. തൃശൂർ 2,504, എറണാകുളം 1,720, തിരുവനന്തപുരം 1,468, കോഴിക്കോട് 1,428, കോട്ടയം 1,396, കൊല്ലം 1,221, മലപ്പുറം 1,204, പാലക്കാട് 1,156, ആലപ്പുഴ 1,077, കണ്ണൂർ 700, പത്തനംതിട്ട 561, ഇടുക്കി 525, വയനാട് 510, കാസർഗോഡ് 222 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 89,722 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 92 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 23,683 ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 66 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 14,875 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 687 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 64 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 22,223 പേർ രോഗമുക്തി നേടി. ജില്ലയിൽ തിങ്കളാഴ്ച 1,204 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 14.23% തിങ്കളാഴ്ച ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് രേഖപ്പെടുത്തിയത്. ജില്ലയിൽ തിങ്കളാഴ്ച 2,423 പേർ കോവിഡ് മുക്തരായതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഇതോടെ ജില്ലയിൽ കോവിഡ് മുക്തരാവുന്നവരുടെ എണ്ണം 5,18,233 1,204 പേർക്കാണ് ഈ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 1,174 പേർക്കും നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 19 പേർക്ക് രോഗം ബാധിച്ചതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. കൂടാതെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ജില്ലയിലെത്തിയ 11 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 14.23% തിങ്കളാഴ്ചയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 55,325 പേരാണ് ജില്ലയിൽ നിലവിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. താനൂർ നഗരസഭാ കാര്യാലയത്തിൽ ഷോർട്ട് സർക്യൂട്ട് മൂലം ഇൻവെർട്ടർ കത്തി നശിച്ചു. ജീവനക്കാരുടെ സന്ദർഭോചിതമായ ഇടപെടൽ മൂലം വൻ ദുരന്തം ഒഴിവായി. കാലത്ത് 10:30 അപകടമുണ്ടായത്. PV അൻവർ MLAയുടെ റിസോർട്ട് അനധികൃതമെന്ന കാട്ടി ജിയോളജി വകുപ്പ് നൽകിയ റിപ്പോർട്ട് ജില്ലാ ഭരണകൂടം പൂഴ്ത്തി. 6 മാസം മുമ്പ് തന്നെ നൽകിയ പൂഴ്ത്തിവെച്ച റിപ്പോർട്ട് പുറത്തായി. പാലാ ബിഷപ്പ് വിഷയത്തിൽ എരിതിരിയിൽ എണ്ണ ഒഴിക്കാൻ ഉദ്ദേശമില്ലെന്ന് കെ സുരേന്ദ്രൻ. UDF-ഉം LDF-ഉം ഒരുപോലെ വർഗീയ ശക്തികളുടെ സഹായം സ്വീകരിച്ചിട്ടുണ്ടെന്നും സുരേന്ദ്രൻ തിരൂരിൽ പറഞ്ഞു. കെ മുരളീധരന്റെ പ്രസ്താവനയ്ക്ക് താൻ മറുപടി പറഞ്ഞാൽ അത് വികലമാകുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. നിലവിൽ നടക്കുന്ന ചർച്ചകളെല്ലാം ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ നല്ലതാണ്. സർക്കാരാണ് സമമായ ചർച്ചകൾക്ക് മുൻകൈ എടുക്കേണ്ടതെന്നും കുഞ്ഞാലിക്കുട്ടി. സംസ്ഥാനത്ത് ഇന്ന് 15,692 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ജില്ലയിൽ തിങ്കളാഴ്ച 1,204 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.